നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് കേരളത്തിൽ അടുത്തിടെയായി എന്നെ അത്ഭുതപ്പെടുന്ന അവിഹിത ബന്ധത്തെക്കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നത്തെ വീഡിയോ അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള അവിഹിത ബന്ധങ്ങളെ കുറിച്ചാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ കേരള ഒരു വീഡിയോയിൽ ഒരു ഏകദേശം 6000-ലേറെ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇതിൽ 65% പേരുകളിൽ വിവാഹിതരായ സ്ത്രീകളാണ്. 35% മാത്രമാണ് അവിവാഹിതരായ ഉണ്ടാകുന്നില്ല നിരക്ക്. അവർക്ക് അങ്ങനെ വിവാഹിതരായ സ്ത്രീകളില്ല. 15% തങ്ങളേക്കാൾ പ്രായമുള്ള റിപ്പോർട്ടായിട്ട് പറഞ്ഞതാണ് ഒളിച്ചോടിയത്. ഇതിൽ 10% ഒന്നോ കുട്ടികളുടെ അമ്മമാരാണെന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എനിക്ക് വന്നു നൊന്ത് പ്രസവിച്ച മക്കളെ വരെ ഇവർ ഉപേക്ഷിക്കുന്നു. എന്നിട്ടാണ് അതായത് ഒളിച്ചോട്ടങ്ങൾ. ഈ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ പലായനം ചെയ്യേണ്ടി വരുന്ന അവർ പറയുന്നത് അതിൽ നിന്ന് വിവാഹമോചന നിരക്കിൽ മുന്നിൽ നിൽക്കുന്ന കേരളം വിവാഹേതര ബന്ധം മുഖേനയുള്ള ഒളിച്ചോട്ട കണക്കിൽ മുന്നിലെത്താൻ മത്സരിക്കുകയാണ്. ഒരു വർഷം 30,000-ലേറെ വിവാഹമോചന കേസുകളാണ് കോടതിയുടെ ബന്ധത്തിലേക്ക് വന്നപ്പോൾ ഇതിനേക്കാൾ ബന്ധങ്ങളാണ് പഴയ ബന്ധമായിരുന്നു പ്രധാനപ്പെട്ട കാരണം. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള ഒരു കേരളത്തിലേക്ക് പോകാനാണ് നടക്കുന്നത് എന്നുള്ളത് ചെന്നപ്പോഴാണ് എടുത്തു പറയുന്ന കാര്യമാണതായിരുന്നു. എന്തുകൊണ്ടാണ് വിവാഹേതര ബന്ധങ്ങൾ സ്വന്തം പങ്കാളിയിൽ നിന്നുള്ള മാനസികവും ശാരീരികവുമായ പരിചരണവും ശ്രദ്ധയും യഥാസമയം ലഭിക്കാതെ വരുമ്പോഴോ പങ്കാളിയിൽ നിന്ന് അവഗണന വരുമ്പോഴോ അവഗണിക്കപ്പെടുന്ന തോന്നലുണ്ടാകുമ്പോഴോ ആണ് പലരും വിവാഹേതര ബന്ധങ്ങളിലേക്ക് വഴുതി വീഴുന്നത്. ഒരുപാട് പേർക്ക് കിടപ്പറയിലെ പ്രശ്നങ്ങളും ഇതിന് ഒരു പരിധിവരെ കാരണമാകാം. സ്വന്തം ഭാര്യയെ വഞ്ചിച്ച് സ്നേഹം ലഭിക്കാതെ വരുമ്പോൾ മനസ്സുകൊണ്ട് മറ്റൊരാളെ തെരഞ്ഞു പോകുന്നു. അത്തരം കിടപ്പറയിലേക്ക് എത്തുന്ന പരിചയക്കാരെ ആകൃഷ്ടരാകപ്പെട്ടെന്നും വരാം. ഇരുവർക്കും പറയാൻ ഒരുപാട് ന്യായങ്ങളൊക്കെ കാണുമെങ്കിലും അന്നേരം ആരും ചിന്തിക്കില്ല ഈ പരിഹാര സൗഹൃദം വഴിവിട്ട ബന്ധമായി കലാശിക്കാൻ അധികം സന്ദർഭങ്ങളില്ല. സ്ത്രീകൾ പ്രലോഭനങ്ങൾക്ക് അപകടമാകുകയോ കാരണമാണെങ്കിൽ പുരുഷൻ ലൈംഗികമായോ ശാരീരികമായോ മാനസികമായോ പങ്കാളിയിൽ നിന്നും നിരന്തരം അനുഭവിക്കേണ്ടി വരുന്ന പീഡനമാണ് തുറന്നു മറ്റൊരു കാരണം. കൂടാതെ തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പങ്കാളിയിൽ നിന്നും വേണ്ടത്ര നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ബന്ധുക്കൾ മുഖേനയാകാം അവനോ അല്ലെങ്കിൽ അവളോ ഒരുപാട് മറ്റൊരാളോട് മനസ്സ് തുറക്കാൻ അവര് മുഖേനയുണ്ട്. ഇതോ ഇങ്ങനെ വന്നു ചേരുന്ന സൗഹൃദങ്ങൾ നടന്നില്ല, കുടുംബ പരാജയങ്ങൾ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. പരിഹാരമില്ല. അതുപോലെ ആശ്വാസം പറയുന്ന മാക്സിമം നമ്മളുടെ മുതലെടുക്കുന്ന സംഭവങ്ങളും വിരളമല്ല. വിരുന്നെത്തിയ സുഹൃത്തിന് ഹൃദയം കൈമാറി കഴിയുമ്പോൾ വേറെ ഒരു പങ്കാളിയാരും ഇല്ല എന്നുള്ള ഘട്ടത്തിൽ മാത്രമേ ഡൈവേഴ്സിനെ തുടങ്ങാൻ അധികം കാലതാമസം ഉണ്ടാകില്ല. ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് ഭാര്യമാരായിരിക്കുമ്പോൾ എന്തെങ്കിലും നേരം പോക്കിൽ തുടങ്ങുന്ന ഫോൺ പരിഹരിക്കാൻ നിങ്ങൾ ആദ്യം ഭർത്താവ് തിരികെ എത്തുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ നാളുകൾക്ക് ശേഷം ഭർത്താവ് മടങ്ങിയെത്തുമ്പോൾ അതുവരെ തുടർന്നു വന്നിരുന്ന മുറിഞ്ഞു നിങ്ങളെ പ്രലോഭിപ്പിച്ചോടി പോകുന്നത് കേരളത്തിലെ അനുഭവങ്ങളാണ്. ഇത് തിരിച്ചും സംഭവിക്കാം. അതേസമയം പുരുഷന്മാരെ വിവാഹേതര ബന്ധത്തിന് പ്രേരിപ്പിക്കുന്ന നിരവധി സ്ത്രീകളും മാന്യമായി ഇരയാക്കുന്ന പുരുഷന്മാരെയാണ് ഇത്തരക്കാർ വലയിൽ ഒഴിവാക്കാമെന്നിരിക്കെ ഇവരുടെ സ്വാധീനത്തിൽ ദുർബലമതരായി തീർന്നതിന് ആത്യന്തികമായി അവർക്ക് നഷ്ടപ്പെടുന്നത് സ്വന്തം കുടുംബം തന്നെയാണ്. ചില സാഹചര്യങ്ങളിൽ ഈ പുരുഷന്മാർ സ്ത്രീകളെ മാത്രം കുറ്റത്തിനൊപ്പം തന്നെ കാര്യമില്ല, പലപ്പോഴും സാമ്പത്തികങ്ങളായ ഓരോവിക്കാറുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കുടുംബഘടന വിവാഹേതര ബന്ധമാണ് ആവശ്യമെങ്കിൽ മറ്റൊരാൾക്ക് ആവശ്യം മാനസിക പിന്തുണയാണ്. മറ്റു ചില കുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബത്തിലേക്കും ഫ്ലാറ്റ് ജീവിതത്തിലേക്കും ജനങ്ങളെ പറിച്ചു നടപ്പോൾ പ്രത്യേകിച്ചും തൊഴിൽരഹിതരായ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഏകാന്തത അവരെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. നമ്മളുടെ മാധ്യമങ്ങളിലും ഒരു മൊബൈൽ ഫോണിലും അഭയം തേടുന്ന ഇവർ സംസാരിക്കാൻ ഈയിടെയെങ്കിലും തേടിപ്പോയേക്കാം. തന്നെ കേൾക്കാനും പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാനും ഇത്തരത്തിൽ തേടുന്ന സൗഹൃദങ്ങൾ സീരിയലുകൾ എന്ന് പറയുന്നത് എന്നുള്ളത് ദുരിതം മനസ്സിലാക്കുന്നില്ല. അത് 100% അവരെ തിരുത്താനുകളിൽ നല്ല വഴി ഉപദേശിക്കാനോ നല്ല സന്ദേശം ഇല്ലാത്തത് കുടുംബ ബന്ധങ്ങൾ തകർന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. അതേസമയം ഇന്ന് നല്ലൊരു ഭാഗം സ്ത്രീകൾ സ്വയം പര്യാപ്തരാണ്. അവരുടെ ജീവിതത്തിന് വേണ്ട വരുമാനം അവർ ജോലി ചെയ്തുണ്ട്. അവരുടെ മാനസിക നിലയെ ആവശ്യങ്ങൾക്കായി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നു. ആരെ സുഹൃത്തായി സ്വീകരിക്കണമെന്നോ ആരോട് എന്ത് സംസാരിക്കണമെന്നോ അവർ സ്വയം നിശ്ചയിക്കുന്നു. കുടുംബിനികളായ സ്ത്രീകളെ സംബന്ധിച്ച് ടെലിവിഷൻ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള മനസ്സിലാകട്ടെ ചില നിലവാരം പങ്കുവെക്കാൻ കഴിയാത്ത ഈ സ്വയം പര്യാപ്തതയും അപകടം ക്ഷണിച്ചു തന്നെയാണ്. വിവാഹേതര ബന്ധങ്ങളിലേക്ക് എഴുതി വീഴുന്നവർക്കവരാണെങ്കിൽ ഇന്റർനെറ്റിനെ ഉണ്ടാകാം.
ആ കാരണങ്ങൾ അവരെ ബാധിച്ച് ആ ബന്ധത്തെ ന്യായീകരിക്കാനുള്ള ഉപാധി മാത്രമാണെന്ന് ഓർത്തുകൊള്ളുക. നിങ്ങളുമായി ബന്ധമുള്ള ഒരു കുടുംബത്തെയോ സാമൂഹിക അവസ്ഥയെയോ പറയുകയാണ് വിവാഹേതര ബന്ധങ്ങൾ ഒരു തരത്തിലും നിങ്ങൾക്ക് നല്ലതല്ല. അല്പമാശ്വാസം ആദ്യം തോന്നുമെങ്കിലും പിന്നീട് കടുത്ത മാനസിക സംഘർഷത്തിലേക്ക് ലഭ്യമായ അറിവ് വെച്ച് വിവാഹിതരായിരിക്കെ ഒന്നിലേറെ പങ്കാളിയിലേക്ക് ജീവിതം പറിച്ചു നടന്ന പ്രവണത ഭാവിയിൽ നല്ലതല്ല. വിവാഹേതര ബന്ധങ്ങളും തുടർന്നുള്ള ഒളിച്ചുനേരമെല്ലാം കടുത്ത നിയമക്കുരുക്കിലേക്കും സാമൂഹിക പ്രത്യാഘാതങ്ങളിലേക്കും ഇത്തരം ശ്രമങ്ങൾക്ക് മുതിരാതിരിക്കുന്നതാണ് നല്ലത്. വിവാഹവും കുടുംബജീവിതവുമെല്ലാം ഇനി എങ്ങനെ കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു വരാം എന്നുള്ളതാണ്. തെറ്റുപറ്റിപ്പോയെന്ന തിരിച്ചറിവ് ഏറെ പ്രധാനമാണ്. കുടുംബജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് പറയുക വെറും ലൈംഗികങ്ങളുടെ മാനസിക പൂർത്തീകരണത്തിന് മാത്രമല്ലെന്നും മനുഷ്യന്റെ ബോധം ആത്മാർത്ഥമാണെങ്കിൽ ഉയർച്ചയ്ക്ക് നഷ്ടപ്പെട്ടുവെന്നതാണെന്നും മനസ്സിലാക്കുക. വിവാഹേതര ബന്ധങ്ങളിൽ 99% ദുരന്തമായിട്ടാണ് ഭർത്താവിനോടുള്ള തുറന്നു നിങ്ങൾക്ക് ലഭ്യമായ അറിയോടുള്ള സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ വ്യക്തിയുടെ മാനസിക നിലവാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. കേൾക്കുന്നവർക്കുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. പൂർണ്ണമായും സന്തോഷത്തിന് വേണ്ടിയുള്ള വഴിയുടെ ബന്ധത്തിൽ ഇങ്ങനൊരു ദുരന്തങ്ങളാണ് സമാനമായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ഏത് നേരപ്പോക്കിനായി തുടങ്ങുന്ന ബന്ധം കുടുംബാന്തരീക്ഷത്തെ തന്നെ തകർക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. സ്വന്തം പാർട്ട്ണർ അറിയുമ്പോഴത്തെ ആ ഒരു വിഷമം നിങ്ങൾ ആലോചിച്ച് നഷ്ടപ്പെട്ട് തന്നെ വേണ്ടാന്ന് നിസ്സഹായരാകുന്ന അവസ്ഥയിലേക്ക് ഭർത്താവ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതിലും വിഷയമായി അടുത്ത വീഡിയോ കാണാം. ആ ഒരു മാനസിക നിലയിൽ നിൽക്കുമ്പോൾ നമസ്കാരം.